അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർണ്ണനീയവും അതിവിശാലവുമായി ഒരുക്കി വെച്ചിട്ടുള്ള ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മേവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ചിട്ടുള്ള മഈഷത്തിലും റിസ്ക്കിലും കച്ചവട രംഗങ്ങളിലും അല്ലാഹു ഖൈറും ബറക്കത്തും റഹ്മത്തും നിഅമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദരങ്ങളെ, ഒരിക്കൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുചരന്മാരോട് ഇപ്രകാരം ചോദിക്കുകയാണ്: ഇന്ന് നിങ്ങളിൽ ആരെങ്കിലും സ്വപ്നം ദർശിക്കുകയുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരാരും അന്ന് സ്വപ്നം കാണുകയുണ്ടായിട്ടില്ല. അപ്പോൾ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നേ ദിവസം തനിക്കുണ്ടായ അനുഭവത്തെ സംബന്ധിച്ച്, ആ ഒരു സ്വപ്ന ദർശനത്തെ സംബന്ധിച്ച് തൻ്റെ അനുചരന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. രണ്ടാളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് പ്രവാചകനെ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് വ്യത്യസ്തങ്ങളായ കാഴ്ചകൾ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുത്തു. ആ കൂട്ടത്തിൽ ദയനീയമായ, അപകടകരമായ, പ്രയാസം ഉളവാക്കുന്ന, വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച, അതിനെ സംബന്ധിച്ച് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം നമുക്ക് വിശദീകരിച്ചു തരികയാണ്: ഫഅതൈനാ അലാ മിസ്ലി തന്നൂർ ഖാല ഫഹ്സിബു അന്നഹു കാന യഖൂൽ ഫഇദാ ഫീഹി ലഅത്തുൻ വഅസ്വാത്തുൻ ഖാല ഫതല്ലഅനാ ഫീഹി ഫഇദാ ഫീഹി റിജാലുൻ വനിസാഉൻ ഖുറാത്തുൻ വഇദാ ഹും യഅതീഹിം ലഹബുൻ മിൻ അസ്ഫല മിൻഹും ഫഇദാ അതാഹും ദാലിക്കൽ ലഹബു ലൗ വ അമ്മർ റിജാലു വന്നിസാഉ അൽ ഖുറാത്തു അല്ലദീന ഫീഹി മിസ്ലി ബിനാഇ തന്നൂർ ഫഇന്നഹും സുനാത്ത് വസ്സവാനി. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വ്യത്യസ്തങ്ങളായ കാഴ്ചകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ അതിദയനീയമായ ഒരു കാഴ്ച മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്. എന്താണ് സഹോദരങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട് തൻ്റെ അനുചരന്മാർക്ക് വിശദീകരിച്ചു കൊടുത്ത കാഴ്ച? ഞങ്ങൾ ഒരു അടുപ്പ് പോലെയുള്ള രൂപമുള്ള ഒരു സാധനത്തിൻ്റെ, ഒരു വസ്തുവിൻ്റെ അടുത്തേക്കെത്തി. അത് എന്താണ് എന്ന് എന്നെ കൊണ്ടുപോയ രണ്ടു പേരോട് ഞാൻ ചോദിക്കുകയുണ്ടായി. അത് പറയാമെന്ന് പറഞ്ഞ് അതിനെ സംബന്ധിച്ച് അവർ വിശദീകരിക്കുകയാണ്. ആ അടുപ്പ് പോലുള്ളതിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ, മനസ്സിലാക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ശബ്ദങ്ങളും ഒച്ചപ്പാടുകളും കോലാഹലങ്ങളും കരച്ചിലുകളും അട്ടഹാസങ്ങളും പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അതിൽ നിന്നും എത്തി നോക്കിയപ്പോൾ ആ ഒച്ച കേൾക്കുന്ന, ശബ്ദകോലാഹലങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ആ വസ്തുവിലേക്ക്, അടുപ്പ് പോലുള്ള സാധനത്തിലേക്ക് എത്തി നോക്കിയപ്പോൾ അതിൽ പരിപൂർണ നഗ്നരായിട്ടുള്ള, വസ്ത്രം ധരിക്കാത്ത സ്ത്രീകളും പുരുഷന്മാരുമാണ് അതിൽ എനിക്ക് കാണാൻ സാധിച്ചത്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അവരുടെ താഴ്ഭാഗത്തു നിന്നും തീജ്വാലകൾ ഉയർന്നു പൊങ്ങുന്നുണ്ട്. ആ തീജ്വാലകളിൽ അവർ വെന്തുരുകുന്നുണ്ട്. ആലോചിച്ച് നോക്ക് സഹോദരങ്ങളെ, അടുപ്പിൻ്റെ അവസ്ഥ എന്തായിരിക്കും? സാധാരണ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്ന അടുപ്പിൻ്റെ അവസ്ഥ എന്താണ്? അതുപോലെയുള്ള ഒരു അടുപ്പ് സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ഒരുക്കി വച്ചിരിക്കുന്നു.
നരകത്തിൽ ഒരുക്കി വച്ചിരിക്കുന്നു. ആ അടുപ്പ് പോലത്തെ സാധനത്തിലേക്കാണ് പരിപൂർണ നഗ്നരായിട്ടുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ആ അടുപ്പിൽ നിന്നും അവരുടെ താഴ്ഭാഗത്ത് നിന്നും തീജ്വാലകൾ, അഗ്നിനാളങ്ങൾ അവരുടെ ശരീരങ്ങളെ കത്തിച്ച് കരിവാലിക്കുന്നുണ്ട്, വേവിച്ചെടുക്കുന്നുണ്ട്. ആ വേവിക്കൽ കൊണ്ട്, ആ കത്തിക്കൽ കൊണ്ട്, ആ തീനാളങ്ങളുടെ ചൂടുകൊണ്ട് ആ അടുപ്പ് പോലത്തെ സാധനത്തിൽ പ്രവേശിച്ചിരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും വാവിട്ട് കരയുകയാണ്, അട്ടഹസിക്കുകയാണ്. പ്രയാസം കൊണ്ട് നിലവിളിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ്. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെ തീജ്വാലകൾ വരുമ്പോൾ, ആ അടുപ്പ് പോലത്തെ സാധനത്തിൻ്റെ അടിയിൽ നിന്നും തീജ്വാലകൾ, തീനാളങ്ങൾ പുറത്തേക്ക് പൊങ്ങി വരുമ്പോൾ അതിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന പൂർണ്ണരായ സ്ത്രീകളും പുരുഷന്മാരും നഗ്നരായിട്ടുള്ള ആളുകൾ അട്ടഹസിക്കുകയും ചെയ്യുന്നു. അടുപ്പിൻ്റെ രൂപത്തിലുള്ള വസ്തുവിൽ നഗ്നരായ സ്ത്രീ പുരുഷന്മാരെ ആണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടത്. അവരാരാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയ രണ്ടുപേരോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഇവരാരാണ്? എന്തുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ശിക്ഷകൾ അനുഭവിക്കുന്നത്? എന്ത് തെറ്റാണ്, എന്ത് കുറ്റമാണ്, പാപമാണ് ഈ ആളുകൾ ഈ ശിക്ഷ അനുഭവിക്കാൻ കാരണമായി തീർന്നത് എന്ന് വിശദീകരിച്ചാലും എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രണ്ടുപേരോട് ചോദിക്കുന്നു. അപ്പോൾ ആ രണ്ടുപേരും വിശദീകരിച്ചു കൊടുക്കുന്നത് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുചരന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തതായി എനിക്കും നിങ്ങൾക്കും കാണാൻ സാധിക്കും. അവർ വ്യഭിചാരികളുമാണ് എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ചെറിയ ഒരു നോട്ടം കൊണ്ട്, സംസാരം കൊണ്ട്, മനസ്സിൻ്റെ ചിന്തകൾ കൊണ്ട്, നടത്തം കൊണ്ട്, ഇരുത്തം കൊണ്ട്, പിടുത്തം കൊണ്ട്, എല്ലാ നിലക്കുമുള്ള ഇത്തരത്തിലുള്ള അധാപകളിൽ നിന്നും, ഇത്തരത്തിലുള്ള മ്ലേച്ഛകരമായ മോശമായിട്ടുള്ള പ്രവർത്തനങ്ങളിലും ചിന്തകളിലും സംസാരങ്ങളിലും നോട്ടങ്ങളിൽ നിന്നും ഞാനും നിങ്ങളും മാറി നിൽക്കേണ്ടതുണ്ട്. ഹലാലായി വിശുദ്ധ ഇസ്ലാം അനുവദിക്കുമ്പോൾ അല്ലാതെ അതുമായി ബന്ധപ്പെട്ട ഒരു ചിന്തയോ പ്രവർത്തനമോ സംസാരമോ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാലുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുടെ ശിക്ഷയെക്കുറിച്ചാണ് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു വചനത്തിലൂടെ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. എന്ത് ഗുരുതരമായ, എന്ത് പ്രയാസകരമായ അധാബുകളായിരിക്കും അത്തരത്തിലുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ ശിക്ഷയായി ഒരുക്കി വെച്ചിട്ടുണ്ടാവുക. അതിനെക്കുറിച്ച് ഞാനും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. ഒരു ചെറിയ ഒരു വാക്കുകൊണ്ട്, ചെറിയ ഒരു നോട്ടം കൊണ്ട് അത്തരത്തിലുള്ള ശിക്ഷകൾക്ക് കാരണമാകുന്ന ചിന്തകൾ, സംസാരങ്ങൾ, നോട്ടങ്ങൾ, വ്യഭിചാരത്തിലേക്ക് ആനയിക്കപ്പെടുന്ന കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അതിൻ്റെ ഭവിഷ്യത്തിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ആ ഭവിഷ്യത്ത്, ആ ശിക്ഷ, ആ പ്രയാസം, ആ അട്ടഹാസത്തെക്കുറിച്ചാണ് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു വചനത്തിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളുടെ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ശരിക്കും മനസ്സിലാക്കണം, ശരിക്കും ചിന്തിക്കണം. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു അടുപ്പ് പോലത്തെ ഒരു സാധനം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുത്തു. ആ അടുപ്പ് പോലത്തെ സാധനത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് പൂർണ്ണ നഗ്നരായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരുമാണ്. ആ അടുപ്പ് പോലത്തെ വസ്തുവിൻ്റെ താഴ്ഭാഗത്ത് നിന്നും അടിയിൽ നിന്നും അഗ്നിഗോളങ്ങൾ, തീജ്വാലകൾ പുറത്തേക്കിങ്ങനെ ചൂട് തുപ്പിക്കൊണ്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അതിൻ്റെ ചൂട് കൊണ്ട്, ആ ചൂട് കൊണ്ട് അവരുടെ ശരീരങ്ങൾ പൊള്ളുന്നു, അവരുടെ ശരീരങ്ങൾ വെന്തുരുകുന്നു, പ്രയാസമനുഭവിക്കുന്നു. ആ തീജ്വാലകളുടെ, തീനാളങ്ങളുടെ പ്രയാസം കൊണ്ട്, ചൂടുകൊണ്ട് അതിൽ പ്രവേശിപ്പിച്ചിട്ടുള്ള പൂർണ്ണ നഗ്നരായ സ്ത്രീകളും പുരുഷന്മാരും ആർത്ത് അട്ടഹസിക്കുകയാണ്, കരയുകയാണ്.
ഒച്ചപ്പാടുകൾ ഉണ്ടാക്കുകയാണ്, വേദന കൊണ്ട് കോലാഹലങ്ങൾ സൃഷ്ടിക്കുകയാണ്. സഹോദരങ്ങൾ ആലോചിച്ച് നോക്കിയേ, വ്യഭിചാരികളും വ്യഭിചാരിണികളുമായ ആളുകളെക്കുറിച്ചാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു നിലക്കും വിശുദ്ധ ഖുർആനിൽ ഒരിക്കലും വ്യഭിചരിക്കരുത് എന്ന് പഠിപ്പിച്ചിട്ടില്ല. ശരിക്കും മനസ്സിലാക്കുക, വ്യഭിചരിക്കരുത്, വലാ തഖ്റബുസ്സിന ഇന്നഹു കാന ഫാഹിഷ. നിങ്ങൾ ഒരിക്കലും വ്യഭിചരിക്കരുത് എന്നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ആ വ്യഭിചാരത്തിലേക്ക് നിങ്ങളെ ആനയിക്കുന്ന, നിങ്ങളെ കൊണ്ടുപോകുന്ന എന്തൊക്കെ കാരണങ്ങളുണ്ടോ, അത് നോട്ടമാണെങ്കിൽ പാടില്ല, അത് ചിന്തയാണെങ്കിൽ പാടില്ല, അത് പിടുത്തമാണെങ്കിൽ പാടില്ല, അത് സംസാരമാണെങ്കിൽ അത് പാടില്ല, അതിലേക്കുള്ള നടത്തമാണെങ്കിൽ പാടില്ല, അതിനു വേണ്ടിയുള്ള ഇരുത്തമാണെങ്കിൽ അതും പാടില്ല. അങ്ങനെ അതിലേക്ക് ആനയിക്കപ്പെടുന്ന, നമ്മളെ കൊണ്ടുപോകുന്ന എന്തൊക്കെ ദുന്യവിയായ കാരണങ്ങളുണ്ടോ ആ കാരണങ്ങളിൽ നിന്നെല്ലാം വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത്, കാരണങ്ങൾ സൃഷ്ടിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആനിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. ആ രൂപത്തിൽ കാരണങ്ങൾ പഠിച്ചു മനസ്സിലാക്കി അതിനനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും സാധ്യമാകണം. ഇത്തരത്തിലുള്ള അധാബുകൾ സൃഷ്ടിക്കപ്പെടുന്ന തീനാളങ്ങൾ അടിയിൽ നിന്നും പൊന്തി വന്ന് അടുപ്പ് പോലെയുള്ള വസ്തുവിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന, ശിക്ഷകൾ ഏറ്റുവാങ്ങുന്ന ആളുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, ആദർശബന്ധുക്കൾ, നേതാക്കന്മാർ, പണ്ഡിതന്മാർ, പ്രബോധകന്മാർ, ആദർശബന്ധുക്കൾ, ഓൺലൈൻ ദായിമാരായ സഹോദരങ്ങൾ, അവർക്കെല്ലാവർക്കും മബ്റൂറും മഖ്ബൂലുമായ പ്രതിഫലം പ്രദാനം ചെയ്ത് അവരെല്ലാവരുടെയും ഖബറിടങ്ങൾ വിശാലമാക്കി പ്രകാശം പരത്തി അവരെ എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തി നീ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, നിൻ്റെ ദീനിൻ്റെ പ്രചാരണത്തിന് വേണ്ടി, നിൻ്റെ ദീനിൻ്റെ പ്രബോധനത്തിന് വേണ്ടി രാവും പകലും വ്യത്യാസമില്ലാതെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന, പ്രബോധന വീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ആദരണരായ പ്രിയപ്പെട്ട നേതാക്കന്മാർ, പണ്ഡിതന്മാർ, പ്രബോധകന്മാർ, ആദർശബന്ധുക്കൾ, ഓൺലൈൻ ദായിമാരായ സഹോദരങ്ങൾ, അവർക്കെല്ലാവർക്കും മബ്റൂറും മഖ്ബൂലുമായ പ്രതിഫലം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ഇസ്ലാമിൻ്റെ ശത്രുക്കളിൽ നിന്നും ഏറ്റുവാങ്ങാനിരിക്കുന്ന കുത്തുവാക്കുകളിൽ നിന്നും പരിഹാസങ്ങളിൽ നിന്നും പ്രതിരോധങ്ങളിലും പ്രതിഷേധങ്ങളിലും തളർന്നു പോകാതെ ശക്തമായ ധൈര്യവും സ്ഥൈര്യവും അവരുടെ കാലുകൾക്കുള്ള ഉറപ്പും പ്രദാനം ചെയ്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഈ ഒരു പ്രദേശത്ത് ദീനിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, സത്യദീനിൻ്റെ പ്രകാശം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഒരു പള്ളി നിർമ്മിക്കുകയും അതിൻ്റെ പരിപാലനവും അതിൻ്റെ സംരക്ഷണവും ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എല്ലാ നിലക്കുമുള്ള പ്രതിഫലവും പ്രകാശവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, അവരുടെ ജീവിതത്തിലും കുടുംബത്തിലും മഈഷത്തിലും റിസ്ക്കിലും കച്ചവട രംഗങ്ങളിലും നിന്നിൽ നിന്നുമുള്ള ഖൈറും ബർക്കത്തും റഹ്മത്തും നിഅമത്തും ചൊരിഞ്ഞു കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഈ പള്ളിയേക്കാൾ മനോഹരമായൊരു ഭവനം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നിർമ്മിച്ചു കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, പാവപ്പെട്ടവരുടെ പ്രയാസം തുടച്ചു നീക്കുന്നതിന് വേണ്ടി, കണ്ണീരൊപ്പുന്നതിന് വേണ്ടി, അനാഥകളുടെയും വിധവകളുടെയും വിഷമങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും അകറ്റുന്നതിന് വേണ്ടി, പരിഹരിക്കുന്നതിന് വേണ്ടി, അവർക്ക് ആശ്വാസവും സമാധാനവും അവർക്ക് എളുപ്പവും രക്ഷയും പ്രതീക്ഷയും നൽകുന്നതിന് വേണ്ടി സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പ്രവർത്തിക്കുന്ന, അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടനവധി ആളുകൾ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട്. അല്ലാഹുവേ, അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും നിയ്യത്തുകളും ആരാരും സഹായിക്കാനില്ലാത്ത മഅ്ശറാ സന്നിധിയിലെ വിചാരണക്കുള്ള എളുപ്പമായ മാർഗത്തിനു വേണ്ടി വിഭവങ്ങളായി നീ സ്വീകരിക്കണേ റബ്ബേ. പരലോകത്ത് അർശിൻ്റെ തണലും ഹൗലർ കൗസറിൻ്റെ വെള്ളവും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുക്കി വച്ചിരിക്കുന്ന ബാബു സ്വതക്കയിലൂടെയുള്ള പ്രവേശനവും അവർക്ക് നൽകി, പ്രതീക്ഷകൾ നൽകി, സമ്മാനമായി നൽകി അവരെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, അവരുടെ ജീവിതത്തിലും കുടുംബത്തിലും മഈഷത്തിലും റിസ്ക്കിലും കച്ചവട രംഗങ്ങളിലും നിന്നിൽ നിന്നുമുള്ള ഖൈറും ബർക്കത്തും റഹ്മത്തും നിഅമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ.
അവരുടെ മുൻകഴിഞ്ഞു പോയ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക്, കുടുംബാംഗങ്ങൾക്ക്, മാതാപിതാക്കൾക്ക് ബർസഖിൽ വിശാലതയും പ്രകാശവും എളുപ്പവുമാക്കി നീ അനുഗ്രഹിക്കണേ റബ്ബേ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.